ഹലോ എല്ലാവർക്കും റിന്യൂസ് നവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒന്ന് എരുന്ത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കടയിൽ നിന്ന് കാണാൻ പോയപ്പോൾ കിട്ടിയതാണ് എരുന്ത്. അപ്പോൾ എരുന്ത് ഒരു 3-4 വട്ടം കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ചെമ്പിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ചൂടായി തുടങ്ങിയാൽ പിന്നെ അത് പൊളിഞ്ഞു വരും കേട്ടോ. അപ്പോൾ എരുന്തിൻ്റെ വെള്ളം കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ വെള്ളം ഇവിടെ മാറ്റി വെച്ചിട്ട് ഈ എരുന്തിൻ്റെ അറ എടുക്കുന്ന തിരക്കിലാണിപ്പോൾ. അപ്പോൾ ഒരു ചെമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴും നമുക്ക് കൂടുതലായിട്ട് കാണും, പക്ഷെ അറ എടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. കണ്ടോ? എന്നിട്ട് ഈ അറ നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കണം. കഴുകി ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതിന് ശേഷം തേങ്ങ ചിരകിയിട്ട് ഇതിലേക്കിടുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടോ. എരുന്തിൻ്റെ വെള്ളം കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഈ എരുന്തിൻ്റെ അറ വെറുതെ എടുത്ത് കഴിക്കാനും ടേസ്റ്റാണ്. പക്ഷെ അത് ചിലപ്പോൾ അങ്ങനെ പച്ചയ്ക്ക് കഴിച്ചാൽ ചിലവർക്ക് വയറുവേദന ഉണ്ടാവും കേട്ടോ. എന്നിട്ട് റെസ്റ്റിന് വെച്ച് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ എരുന്ത് നമുക്ക് അതിലിട്ടിട്ട് നന്നായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് മറച്ചിങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഈ എരുന്തിൻ്റെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ. ഇപ്പോൾ ആ തേങ്ങയൊക്കെ ഇങ്ങനെ വറുത്ത പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എരുന്ത് ഫ്രൈ. വളരെ നല്ല ടേസ്റ്റാണ്.